ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് പുതിയ മൈക്കാണ്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് അറിയിച്ചേക്കും. ഓക്കെ, അതായത് ഇതുവരെ ഞാൻ സിസ്റ്റത്തിലെ മൈക്ക് വെച്ചിട്ടായിരുന്നു റെക്കോർഡ് ചെയ്തത്. അതിൻ്റെ ഒരു കുഴപ്പം വീഡിയോസിലൊക്കെ ഉണ്ട്. അത് ഞാൻ മാറ്റി, അതായത് വോയിസ് ഓഡിയോ കുറവ് ആ വീഡിയോ ഒന്ന് എനിക്ക് ചാറ്റ് ചെയ്ത് കാണിച്ചു തന്നതാണ്. അത് ഞാൻ മാറ്റിയെടുത്തോളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന അറയിലെ ഒരു വീഡിയോ, അതായത് അറയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു അറേൻ്റെ ഉള്ളിലെ മൾട്ടിപ്പിൾ ഓഫ് 3 ഏതാണെന്ന് കണ്ടെത്തിയിട്ട് ആ ഒരു മൾട്ടിപ്പിൾ ഓഫ് 3ൻ്റെ തൊട്ടപ്പുറത്തെ പൊസിഷനിൽ, അതായത് ആ മൾട്ടിപ്പിൾ ഓഫ് 3 ഏത് പൊസിഷനിലാണ് കിടക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്തെ പൊസിഷനിൽ അതായത് ആ ഒരു വാല്യൂ ഇല്ലേ, ആ 3ൻ്റെ മൾട്ടിപ്പിളായ ആ ഒരു വാല്യൂൻ്റെ ഡബിള് അതിൻ്റെ തൊട്ടപ്പുറത്തെ പൊസിഷനിൽ ആഡ് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, അതായത് ഇവിടെ നമ്മളൊരു മൾട്ടിപ്പിൾ ഓഫ് 3 കണ്ടെത്തി. അടുത്തതായിട്ട് ആ മൾട്ടിപ്പിൾ ഓഫ് 3ൻ്റെ തൊട്ടപ്പുറത്താണ് നമുക്ക് ആ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആവശ്യമുള്ള ടൂൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇൻസേർഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അതറിയാത്തവർക്ക് ഈ വീഡിയോ ഇനി തുടർന്ന് കാണുക. അതായത് ഞാൻ ഐ ബട്ടണിൽ എനിക്ക് ലിങ്ക് കൊടുക്കാം, അല്ലെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവാൻ ലിങ്ക്, അതിൽ കയറിയിട്ട് ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് വരും. ഓക്കെ, അല്ലാതെ ഇവിടെ ഇരിക്കേണ്ട, ഞാൻ എന്തായാലും ഇത് പറഞ്ഞു തരാൻ പോകുന്നില്ല. അതായത് ഇൻസേർഷൻ ഞാൻ ടൈപ്പ് ചെയ്യും, ആ ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഒരു വീഡിയോ വാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കോഡ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഇനി ഞാൻ കാണിച്ചു തരാം. അതായത് കോഡ് ചെയ്ത് തന്നെ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇവിടെ കോഡ്, അതായത് ഇതിൻ്റെ അകത്ത് ഐയും ജെയും ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അറേ ഞാനിവിടെ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിഷ്യലൈസേഷനും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 to 5 വരെ അറേ കൊടുക്കാം. പിന്നെ ആ ലിമിറ്റിലേക്ക് ആ അറേൻ്റെ സൈസും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഒരു ഇതാണ് ഞാൻ ആദ്യം കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അതായത് i equal to 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് i ലെസ് ദാൻ ലിമിറ്റ് വരെ പോകണം. ഓക്കെ, i പ്ലസ് പ്ലസ്. എന്നിട്ട് നമ്മൾ ഈഫിൽ ഒരു കണ്ടീഷൻ കൊടുക്കണം. അതായത് AR ഓഫ് i മോഡ് 3 ഈക്വൽ ടു 0 ആണെങ്കിൽ ഇവിടെ ഞാൻ ബ്രേക്ക് കൊടുത്ത് ഒന്ന് ഒഴിവാക്കുകയാണ്. ഓക്കെ, ഇനി ഇതിൽ വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിന് ഉള്ളിൽ ഞാൻ കൊടുത്തതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യം. ഓക്കെ, അതായത് AR ഓഫ് i മോഡ് 3 ഈക്വൽ ടു 0 എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതെന്ന വർക്കാകുന്നതെന്ന് വെച്ചാൽ, അറയിലുള്ള വാല്യൂ ഇതിലേക്ക് വരും. ഐൻ്റെ വാല്യൂവിനനുസരിച്ചിട്ട് അറയിലെ വാല്യൂ ചേഞ്ച് ആവും. ഓക്കെ, എന്നിട്ട് ഏത് വാല്യൂ ആണോ മൾട്ടിപ്പിൾ ഓഫ് 3 വരുന്നത്, അത് ആ ഒരു മൾട്ടിപ്പിൾ ഓഫ് 3 ഇവിടെ 3 വന്ന എന്ത് സംഭവിക്കും, 3 മോഡ് 3, അതായത് 3 ഡിവൈഡഡ് ബൈ 3 എത്രയാ, അത് 1, അത് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ 3 മോഡ് 3 എന്ന് വെച്ചാൽ റിമൈൻഡർ 0 ആണ്. അതായത് 3ൻ്റെ മൾട്ടിപ്പിൾ മൂന്നിൻ്റെ ഏത് മൾട്ടിപ്പിൾ നമ്മൾ എടുത്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആയിരിക്കില്ലേ, ആ ഒരു കോൺസെപ്റ്റാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ വരുന്നതെല്ലാം 3ൻ്റെ ഒരു മൾട്ടിപ്പിൾസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിന് ഞാൻ ബ്രേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ബ്രേക്കിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ആ ഒരു വീഡിയോൻ്റെ ലിങ്കും കൂടി ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി എന്താ കൂടിയാണ് വെച്ചാൽ, ഇവിടെ നമ്മൾക്ക് 3ൻ്റെ മൾട്ടിപ്പിൾ ഉള്ളിലേക്ക് വരുമ്പോൾ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒരു ഫോർ ലൂപ്പ് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇനി ആണ് ഇൻസേർഷൻ്റെ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻസേർഷൻ്റെ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് കൊടുക്കേണ്ടത്, ഇവിടുന്ന് ഒരു ബ്രേക്ക് അടിച്ചിട്ട് ഐ ഇവിടുന്ന് വരുന്നുണ്ട്. ഐ എന്ന് വെച്ചാൽ ആ 3ൻ്റെ മൾട്ടിപ്പിൾ ഏതിലാണുള്ളത് ആ ഒരു ഇൻഡെക്സ് ആണ് ഇവിടുന്ന് വരുന്നത് ഐ. നമുക്ക് ഈ ഇൻസേർഷൻ യൂസ് ചെയ്യേണ്ട ഫോർ ലൂപ്പ്, ഈ ഇൻസേർഷൻ അറിയുന്നവർക്ക് ഇല്ലെങ്കിൽ മനസ്സിലായി നേരത്തുള്ളൂ. ലിമിറ്റ് -1 തൊട്ട് j ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു i വരാം.
എന്നിട്ട് ജെ മൈനസ് മൈനസ്, എന്നിട്ട് ഇൻസേർട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എ ആർ ഓഫ് ജെ പ്ലസ് വണ്ണിലേക്ക് എ ആർ ഓഫ് ജെ എടുത്തു വെക്കുന്ന പരിപാടി. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ ഒന്നുമില്ല, ഇൻസേർഷൻ നടക്കുന്നു. ഇവിടെ ഐ കൊടുത്തിട്ടുണ്ട്. ഈ ഐയിലെ വാല്യൂ എവിടുന്ന് വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ലൂപ്പ് വർക്കായിട്ട് ബ്രേക്ക് ചെയ്യില്ലേ, ആ ഒരു ഐ ആണ് നമുക്ക് ഇവിടെ വരുന്ന ഒരു ഐ. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇതും കൂടി കൊടുക്കണം. അഥവാ ഇതിൽ ഒരു 3 ഇല്ലെങ്കിൽ എന്തായിരിക്കും നടക്കുക? എന്താ നടക്കുകയെന്ന് വെച്ചാൽ ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആവും. ആ ഒരു കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഐൻ്റെ വാല്യൂ ലിമിറ്റിൻ്റെ വാല്യൂനേക്കാൾ വലുതായിരിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ കൂടി ഞാനിവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഐ ഗ്രേറ്റർ ദാൻ ലിമിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ പ്രിൻ്റ് ആകേണ്ടത്? നോ മൾട്ടിപ്പിൾ ഓഫ്, അതായത് ഇതിനകത്ത് മൾട്ടിപ്പിൾ ഓഫ് 3 ഇല്ല. ഓക്കെ, ഇതല്ലെങ്കിൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ, എൽസ് കേസ്. ഓക്കെ, ഇനി ഈ എൽസ് കേസിൽ നമുക്ക് ഒന്നും കൂടി കൊടുക്കാനുണ്ട്. ഇത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തത് ഇതൊന്നും നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു വാല്യൂവിനെ എടുത്തിട്ട് തൊട്ടപ്പുറത്തേക്ക് മാറ്റി വെക്കുന്ന പരിപാടിയെ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ഡബിളിനി നമുക്ക് തൊട്ടപ്പുറത്തെ പൊസിഷനിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇവിടുന്ന് വരുന്ന ഐനെ കണ്ട ആ ഒരു ഐ എന്ന് വെച്ചാൽ ഈ ഒരു 3 ആണെന്ന് നോക്ക്. അതിൻ്റെ തൊട്ടപ്പുറത്തെ പൊസിഷനിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട, അതായത് i+1 പൊസിഷനിലേക്കാണ് നമുക്ക് ഈ i × 2, അതായത് ഐൻ്റെ ഡബിൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട. ഇനി അത് ഇങ്ങനെ കോഡിൻ്റെ ഭാഷയിൽ എഴുതുകയെന്ന് വെച്ചാൽ, അതായത് ഇവിടെ ജസ്റ്റ് AR ഇവിടെ AR ഓഫ് i+1, അതായത് ആ വാല്യൂൻ്റെ തൊട്ടപ്പുറത്തെ പൊസിഷനിലേക്ക് AR ഓഫ് i × 2 ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇതോടുകൂടി തീരുമോ എന്ന് ചോദിച്ചാൽ ഇതോടുകൂടി തീർക്കാൻ പറ്റും. ഇനി അടുത്ത ഒരു കാര്യം കൂടി പറഞ്ഞാൽ പറ്റും, അതെന്തുകൊണ്ടാണെന്ന് കൂടി ഞാൻ പറഞ്ഞു. ഇവിടെ ഞാൻ i അസൈൻ 0 തൊട്ടിട്ട് i ലെസ് ദാൻ ലിമിറ്റ് i++ പ്രിന്റ് %d, AR ഓഫ് i. ഞാൻ ഇതിപ്പോൾ ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. ഇതുകൊണ്ടാണ് ഞാൻ ഇത് കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് പറയാൻ കാരണം. അതായത് ഇവിടെ നമുക്ക് ഒരു ഈക്വൽ ടു ഉപയോഗിച്ചാൽ ഇതോടുകൂടി പ്രശ്നം സോൾവ് ആവും. പിന്നെ വേറൊരു രീതിയിൽ നിങ്ങൾക്ക് പ്രശ്നം സോൾവ് ചെയ്യാം. അതായത് ഈ ലാസ്റ്റത്തെ ഈ 5 പ്രിന്റ് ചെയ്യേണ്ടിക്കൽ ഒന്നിക്കൽ നിങ്ങൾ ഇവിടെ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നില്ലേ, അപ്പോൾ ഒരു പൊസിഷൻ കൂടും. ആ ഒരു പൊസിഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഈക്വൽ ടു ഉപയോഗിച്ചത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാം. ഇനി വേറൊരു രീതി നിങ്ങൾക്ക് സോൾവ് ചെയ്യേണ്ടിക്കൽ ഇവിടെ ജസ്റ്റ് ഇവിടെ ലിമിറ്റ് അടിക്കുക, എന്നിട്ട് ++ അടിക്കുക. ഓക്കെ, ഈ ഒരു രീതിയിലും നിങ്ങൾക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വേ, അതായത് ആദ്യത്തെ ഒരു വേ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ രണ്ടാമതൊരു വേ, ഇത് ഈ ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. ഇതൊന്നും ഒഴിവാക്കുക, ഇത് വേണ്ട. ഇനി ഇവിടെ നമുക്ക് ഈ ബ്രേക്ക് വേണ്ട, എന്നിട്ട് ഇതെടുക്കുക, ഇതിലേക്ക് കൊടുക്കുക.
ഈ ഒരു കേസിൽ നമുക്ക് ഒരു പരിപാടിയും കൂടി നടത്തേണ്ട കാര്യമുണ്ട്. അത് എന്താണെന്ന് ഞാനിനി പറഞ്ഞുതരാം. അതായത് ഈ ഒരു അറേ സോൾവ് ആയിട്ട് വരുന്ന വാല്യൂ 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്തെ പൊസിഷനിലേക്ക് അതിൻ്റെ ഡബിൾ ആണ് ഇവിടുന്ന് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു പൊസിഷൻ്റെ തൊട്ടപ്പുറത്തെ പൊസിഷനിൽ ഡബിൾ ആണ് ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഇത് റൺ ചെയ്താൽ എറർ കാണിക്കും. കാരണം ഇതൊരു ഇൻഫൈനൈറ്റ് ലൂപ്പായി വർക്കാകാനുള്ള ചാൻസ് അല്ല, വർക്കാവും. കാരണം ഇതിൻ്റെ ഡബിള് ഇപ്പുറത്തെ പൊസിഷനിലേക്ക് ആഡ് ചെയ്ത് നോക്ക്. ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? അടുത്ത് ഈ ലൂപ്പ് വർക്കാവും. ലിമിറ്റ് പ്ലസ് പ്ലസ് ചെയ്തുകൊണ്ട് ആ ഒരു ലൂപ്പ് വർക്കാവും. പക്ഷെ വീണ്ടും ഈ ഒരു പരിപാടി നടക്കും. പിന്നെയും ഈ ഇപ്പുറത്ത് ഡബിളായിട്ട് 6 അല്ലേ ഉള്ളത് ഇപ്പോൾ, അതായത് 3ന്റെ ഡബിൾ 6. അപ്പോൾ ആ 6ന്റെ ഡബിൾ ആഡ് ചെയ്യും. ഇങ്ങനെ അത് തുടർന്നുകൊണ്ടിരിക്കും ആഡിങ്. ആ ഒരു ലൂപ്പ് അവസാനിപ്പിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു സിമ്പിൾ ഐഡിയ ഉണ്ട്. അതായത് ഇവിടെ ജസ്റ്റ് പുട്ട് i++. ഓക്കെ, ഇപ്പോൾ ആ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. ആ പ്രശ്നം ഇപ്പം ഇങ്ങനെ സോൾവ് ആയതെന്ന് വെച്ചാൽ ഇവിടെ എന്താ നടക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 3ന്റെ മൾട്ടിപ്പിളായ 3 തന്നെ ഇതിലേക്ക് വന്ന് നോക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൂപ്പിലേക്ക് വരും. ഇവിടെ ഇൻസേർഷൻ നടക്കും. എല്ലാ വാല്യൂ അങ്ങോട്ടേക്ക് മാറ്റി വെക്കും. അതിൻ്റെ ഡബിൾ ഇവിടെ ആഡ് ചെയ്യും. എന്നിട്ട് ലിമിറ്റ് പ്ലസ് പ്ലസ് ചെയ്യും. ഇവിടെ എത്തുമ്പോൾ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ എത്തുമ്പം ഈ ഒരു വാല്യൂ ഈ ഒരു ഇതില്ലേ ഐ ഇപ്പം നിൽക്കുന്ന ഈ ഒരു പൊസിഷനല്ലേ, അതിൻ്റെ അത് i++ ചെയ്താൽ ഒന്ന് കൂട്ടും, ഐ അതാവും. ഓക്കെ, ഐ ആ ഒരു പൊസിഷനിലെത്തിയാൽ ഇവിടെ ഈ ഒരു ലൂപ്പ് വർക്കായി കഴിഞ്ഞ് ലാസ്റ്റാണ് i++ നടക്കുന്നത്. ഐ 6ൻ്റെ അടുത്തെത്തി. ഇനി ഇവിടെ വന്നിട്ട് വീണ്ടും ഐ ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ ഐ ഇവിടെ എത്തും. അതായത് നമുക്ക് ചെക്ക് ചെയ്യേണ്ട, അടുത്തായിട്ട് ചെക്ക് ചെയ്യേണ്ടടുത്ത് ഐ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളത്. അതായത് ഇവിടെ ഒന്നും കൂടി മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറയാനാണ്. അതായത് ഇവിടെ നമ്മൾ ഇതൊന്ന് ചെക്ക് ചെയ്ത്, അതായത് ആ വാല്യൂ ചെക്ക് ചെയ്ത് അറേ ട്രൂ ആണെന്ന് കിട്ടി, വാല്യൂ ഇൻസേർട്ട് ചെയ്ത് വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നത് ആ ഒരു വാല്യൂവിൻ്റെ ഡബിൾ, അതായത് 3ന്റെ ഡബിൾ ആണ് നമ്മൾ ആ തൊട്ടപ്പുറത്തെ പൊസിഷനിലേക്ക് ആഡ് ചെയ്യുന്നത്. അങ്ങനെ ആഡ് ചെയ്താൽ വീണ്ടും ആ വാല്യൂവിനെ ചെക്ക് ചെയ്താൽ ഇത് മൾട്ടിപ്പിൾ ഓഫ് 3 തന്നെയാണ്. ഓക്കെ, ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ i++ കൊടുത്തത്. അതായത് ഈ ഒരു വാല്യൂ ഇവിടെ എത്തി, ഐനെ ഒന്നും കൂടി പ്ലസ് ചെയ്ത് ഇവിടെ എത്തിച്ചാൽ ഇവിടെ പോയിട്ട് i++ ചെയ്യുമ്പം ഇവിടത്തേക്ക് എത്തും. അതായത് നമുക്ക് അടുത്തതായിട്ട് ചെക്ക് ചെയ്യേണ്ടടത്തേക്ക് എത്തും. ഇതിനെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് തെറ്റും, അതായത് ഇൻഫൈനിറ്റി ലൂപ്പായിട്ട് മാറിപ്പോകുക. ഒരവസ്ഥ ഒഴിവാക്കാനാണ് ഞാനിവിടെ i++ ഉപയോഗിച്ചത്. ഓക്കെ, ഈ ഒരു കോഡ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇവിടെ 6 കൊടുത്തിട്ടുണ്ടെങ്കിൽ വർക്കാവേണ്ട നോക്കാം. 6 മാത്രം കൊടുത്താൽ വർക്കാവില്ല. അങ്ങനത്തെ എന്തോ ഒരു പോരായ്മകൾ ഈ കോഡ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി വേറെ കോഡ് നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് ചാറ്റിലേക്ക് ഇട്ടേക്ക് കേട്ടോ. ഓക്കെ, 6ന്റെ ഡബിൾ 12 ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, 3ന്റെ ഡബിൾ 6 ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിധത്തിൽ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.